നമസ്കാരം. നമ്മുടെ വിജയരാഘവൻ സഖാവിൻ്റെ വായ്മൊഴി വഴക്കത്തെക്കുറിച്ച് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള സഖാക്കൾക്കോ സാധാരണ ജനങ്ങൾക്കോ ഒന്നും കൃത്യമായി അറിയില്ലെങ്കിലും പാലക്കാടുള്ള ആളുകൾക്ക് അത് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മത്സരിച്ച സഖാവിനെ ഒരു വലിയ കനലാക്കി മാറ്റിക്കൊണ്ട് അങ്ങ് ഡൽഹിയിൽ പോകണ്ട എന്ന് അവർ തീരുമാനിച്ചതും. അതിൻ്റെ കാരണം ഈ സഖാവുമായൊക്കെ ഒത്തൊരുമിച്ച് ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ച സഖാക്കൾക്ക് വരെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ ഒരു വായ്മൊഴി വഴക്കം. സഖാവ് ചെറിയ ചില്ലറ പുള്ളിയൊന്നുമല്ല. സഖാവിൻ്റെ ഭാര്യയായ ബിന്ദു സഖാവാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ബിന്ദു സഖാവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പും നമ്മുടെ വിജയരാഘവൻ സഖാവിൻ്റെ മൈൻഡുമൊക്കെ ഏതാണ്ട് ഒരേ രീതിയിലാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സമ്മേളനം പ്രസംഗം ഇപ്പോൾ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇവിടെയൊന്നുമല്ല, നമ്മുടെ കുന്നംകുളത്താണ് സംഭവം. കുന്നംകുളം ഏരിയ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാനായി ആ പാവം സഖാക്കൾ വിളിച്ചത് നമ്മുടെ വിജയരാഘവൻ സഖാവിനെയാണ്. സഖാവ് ചെറിയ പുള്ളിയൊന്നുമല്ല. സഖാവ് പോളിറ്റ് ബ്യൂറോയിലെ ഒരംഗമാണ്. മാത്രമല്ല, ഒരു സമയത്ത് പാർട്ടി സെക്രട്ടറിയുടെ ഒരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ ആ സ്ഥാനം കൈകാര്യം ചെയ്ത് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയതും നമ്മുടെ സഖാവാണ്. സഖാവ് ഏരിയ സമ്മേളനത്തിലെത്തി പ്രസംഗം തുടങ്ങി. ഈ പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. വഞ്ചിയൂരിൽ നടന്ന സമ്മേളനത്തിന് സ്ഥലം കിട്ടാത്ത കാരണം അവിടുത്തെ സഖാക്കൾ റോഡ് കുറച്ചൊക്കെ ഇങ്ങോട്ട് കെട്ടിയൊതുക്കി ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അത് നാട്ടുകാരെല്ലാം അറിഞ്ഞതുകൂടിയാണ്. റോഡുകളും നടപ്പാതകളുമൊക്കെ തടഞ്ഞ് സ്റ്റേജ് കെട്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ വേദിയിലിരിക്കുന്നവരും സംഘാടകരുമൊക്കെ ഇതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞിരുന്നു. ഹൈക്കോടതിയുടെ ഈ ഒരു പരാമർശം നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു കേസിൽ പാർട്ടി സെക്രട്ടറി തന്നെ പ്രതിക്കൂട്ടിൽ എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോഴാണ് വിജയരാഘവൻ സഖാവിൻ്റെ കേച്ചേരിയിലുള്ള കുന്നംകുളം ഏരിയ സമ്മേളനത്തിലെ പ്രസംഗം ഹിറ്റാവുന്നത്. വഞ്ചിയൂരിലെ സംഭവത്തെ ന്യായീകരിക്കുവാൻ ഈ കേരളത്തിൽ ആരെങ്കിലും വേണ്ടേ? ഏതെങ്കിലും ഒരു സഖാവെങ്കിലും വേണ്ടേ? അത്രമാത്രമാണ് നമ്മുടെ വിജയരാഘവൻ സഖാവ് കുന്നംകുളത്ത് സമ്മേളനത്തിൽ പോയപ്പോൾ ഓർത്തുള്ളൂ. അത് വലിയ തെറ്റൊന്നുമല്ല. ന്യായീകരിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ന്യായീകരിക്കണം സഖാവെ. സഖാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരും ഇതിന് ഈ കാറിൽ കയറി പോകുന്നത് നടന്നൊക്കെ പോയാൽ പോരെ. 25 പേര് പോകുന്നിടത്തേക്ക് 25 കാറാണ് പോകുന്നത്. ഇതൊക്കെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം. അല്ലാതെ ഈ ഏരിയ സമ്മേളനങ്ങളും അതുപോലെ നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങളൊന്നും നടത്തിയിട്ടല്ല ബ്ലോക്ക് ഉണ്ടാവുന്നത്. സമ്മേളനം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും. കേച്ചേരിയിലെ ബ്ലോക്കും സമ്മേളനത്തിന് ബ്ലോക്ക് കൊണ്ടല്ല. ഇങ്ങനെയൊക്കെയാണ് സഖാവ് പറയുന്നത്. അപ്പോൾ 10-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ചിലർ എന്ന് വച്ചാൽ ഒരാൾ പോകുമ്പോൾ അത് ബ്ലോക്കല്ലേ സഖാവേ എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പാർട്ടി വിരോധികൾ ചോദിക്കുന്നുണ്ട്. അതിനുകൂടി ഏതെങ്കിലും ഏരിയ സമ്മേളനത്തിൽ അങ്ങ് പോകുമ്പോൾ ഒരു ഉത്തരം നൽകണം, അല്ലെങ്കിൽ ചീപ്പാണ്. എന്തായാലും ഹൈക്കോടതി വരെ വടിയെടുത്ത ഒരു സംഭവത്തിലാണ് നമ്മുടെ വിജയരാഘവൻ സഖാവിൻ്റെ ന്യായീകരണം. ഈ ന്യായീകരണം എന്തായാലും ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ന്യായീകരണമാകാനുള്ള സാധ്യത ഏറെയാണ്. അധികം സമയമില്ല ഈ വർഷം അവസാനിക്കുവാൻ എന്നുള്ള ഇതേ സമയത്ത് സഖാവിൻ്റെ ഈ ഒരു പ്രസംഗം അടിപൊളി ഹിറ്റായി ഈ വർഷത്തെ ഏറ്റവും നല്ല പ്രസംഗം ഓഫ് ദി ഇയർ ആവുവാൻ എല്ലാ സഖാക്കളും പ്രാർത്ഥിക്കണം. ഇനി ഇതിനു വേണ്ടി ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളി അന്തംഗമ്മി സഖാക്കൾക്ക് ഒന്നും പറയുവാനും സാധിക്കുന്നില്ല. ന്യായീകരിക്കുവാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അത് വിജയരാഘവൻ സഖാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല സഖാക്കന്മാരുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ. എന്തിനു പറയാൻ, പാർട്ടി സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി തൊട്ട് താഴേക്കിടയിലുള്ള ലോക്കൽ സെക്രട്ടറി വരെ കാണിക്കുന്ന കാട്ടായങ്ങൾക്കും പ്രസംഗങ്ങൾക്കുമെല്ലാം ന്യായീകരിച്ച് ക്യാപ്സൂളുകൾ ഉണ്ടാക്കുവാനുള്ള പ്രോഡക്റ്റുകൾ വരെ തീർന്ന ആ അന്തംഗമ്മികളുടെ അവസ്ഥ കൂടി ഇത്തരത്തിൽ പ്രസംഗിക്കുന്ന സഖാവിനെ പോലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.